ആ അതെ അതെ. ആ ഓക്കെ. ഞാനേ തിരിച്ചു വിളിക്കാവേ. ആ ഓക്കെ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്കെന്താ ചേട്ടനെ കെട്ടിപ്പിടിച്ചൂടെ? ആവാലോ, പക്ഷേ അതിപ്പോഴല്ല, വ്രതമൊക്കെ കഴിഞ്ഞിട്ട്. ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് കരുതി വ്രതം ഒന്നും മുറിഞ്ഞു പോവില്ല. പൂജയുടെ ഫലവും കുറയില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അമ്മയുടെ അസുഖത്തിന്റെ കാര്യമല്ലേ. എന്തെങ്കിലും പിഴവ് വന്നാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമ്മയായിരിക്കും. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ആയിക്കോട്ടെ, ഞാൻ കാരണം അമ്മയ്ക്കിനി ഒന്നും വരണ്ട. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞ ഏട്ടനത് സാധിച്ചരോ? അതെന്ത് ചോദ്യാ? താൻ എന്ത് വേണേലും പറഞ്ഞു, അത് ഞാൻ സാധിച്ചു തന്നിരിക്കും. നമ്മുടെ എലിസബത്തിനെ കമ്പനിയുടെ മാനേജർ പോസ്റ്റിലോട്ട് മാറ്റുന്ന കാര്യം അമ്മ പറഞ്ഞില്ലായിരുന്നോ? ഓ അതാണോ കാര്യം? അത് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. തന്നെ വിളിച്ചിരുന്നോ എലിസബത്ത്? എങ്കിൽ പറഞ്ഞേക്ക്, അടുത്ത മാസം മുതലേ എലിസബത്ത് ആണ് കമ്പനിയുടെ മാനേജർ. അതല്ല. പിന്നെ? അല്ല, എലിസബത്തിനെ മാനേജർ പോസ്റ്റിൽ നിന്നും മാറ്റണം എന്ന് പറയായിരുന്നു. മാറ്റാനോ? എന്തിന്? തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ. അവക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വരുമ്പോ താൻ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അല്ല, അതൊക്കെ ശരിയാ. പക്ഷെ അങ്ങനല്ല. അവൾ ഈ പോസ്റ്റിന് ആപ്റ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്റെ കൂട്ടുകാരി ആയോണ്ടാ അവൾക്ക് ഈ അവസരം ഉണ്ടായത്. അപ്പൊ അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാ അത് ശരിയാവില്ല. തന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് തന്നെയാ എലിസബത്തിനെ മാനേജർ പോസ്റ്റിലോട്ട് മാറ്റുന്നത് എന്ന് കരുതി അവൾക്കതിനുള്ള പ്രാപ്തിയില്ലെങ്കിൽ ഒരിക്കലും അമ്മ അങ്ങനെ ഒരു കാര്യം പറയില്ല. അമ്മയുടെ തീരുമാനം എപ്പോഴും ശരിയായിരിക്കും. അതുകൊണ്ട് അതിനെ ഞാൻ ചോദ്യം ചെയ്യാൻ പോവാറില്ല.